നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഒരു റോളർ കോസ്റ്റർ പോലെ കയറ്റിറക്കങ്ങൾ നിറഞ്ഞ 2026 സാമ്പത്തിക വർഷത്തിന് വിരാമമിട്ട് നാം പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ വർഷം വിപണിയിൽ കണ്ട വലിയ മാറ്റങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ശേഷം 2026 ഏപ്രിൽ 1 മുതൽ ഇന്ത്യൻ സാമ്പത്തിക മേഖല പുതിയൊരു ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. നികുതി നിയമങ്ങളിലും ട്രേഡിംഗ് രീതികളിലും വരുന്ന കാതലായ മാറ്റങ്ങൾക്കിടയിൽ നിക്ഷേപകർക്ക് ഈ ഒരു പുതിയ വർഷത്തെ ആദ്യ ട്രേഡിംഗ് സെഷൻ വളരെ നിർണായകമാണ്. ആഗോള വിപണികളിലെ അനുകൂല സാഹചര്യങ്ങളും ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ നേരിയ ഇടിവും മുൻനിർത്തി ഓഹരി സൂചികകളായ സെൻസെക്സും നിഫ്റ്റിയും നാളെ നേട്ടത്തോടെ വ്യാപാരം ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതോടെ കഴിഞ്ഞ 2 ദിവസങ്ങളിലുണ്ടായ ഇടിവിന് വിരാമമാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷ. ഇതിന് പിന്തുണ നൽകാൻ സാധ്യതയുള്ള ചില കാരണങ്ങൾ നോക്കാം. ആദ്യത്തേത് RBIയുടെ ഭാഗത്തു നിന്നും തന്നെയാണ്. മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ഉപയോഗിക്കുന്ന നിക്ഷേപകർക്കും ബ്രോക്കിംഗ് സ്ഥാപനങ്ങൾക്കും വലിയ ആശ്വാസം നൽകിക്കൊണ്ട് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ച പ്രധാന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നത് 3 മാസത്തേക്ക് നീട്ടിവെച്ചിട്ടുണ്ട്. ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വരേണ്ടിയിരുന്ന ഈ നിയമങ്ങൾ ഇപ്പോൾ ജൂലൈ 1 മാറ്റിയിരിക്കുന്നത്. ബ്രോക്കർമാർക്ക് ബാങ്കുകൾ നൽകുന്ന വായ്പകൾക്ക് 100% ഈട് വേണമെന്ന നിബന്ധനയും ഓഹരികൾ ഈടായി നൽകുമ്പോൾ 40% ഹെയർ കട്ട് വേണമെന്ന നിയമവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ഇളവ് വിപണിയിലെ ലിക്വിഡിറ്റി നിലനിർത്താൻ സഹായിക്കുമെന്നതിനാൽ ഏഞ്ചൽ വൺ പോലുള്ള പ്രമുഖ ബ്രോക്കിംഗ് ഓഹരികൾ നാളെ ശ്രദ്ധാകേന്ദ്രമാകും. ഇതിനു പുറമെ ബ്രോക്കർമാർക്ക് നൽകുന്ന വായ്പകൾക്കായി ബാങ്കുകൾ മാറ്റിവെക്കേണ്ട മൂലധന നിബന്ധനകളും RBI ഇളവ് നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ കാരണം ഇറാൻ സംഘർഷത്തിലെ ആശങ്കകൾ കുറയുന്നു എന്നതാണ്. ഹോർമുസ് കടലിടുക്ക് തൽക്കാലം അടഞ്ഞുകിടന്നാലും ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറാണെന്ന് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ബ്രെന്റ് ക്രൂഡ് ഫ്യൂച്ചേഴ്സ് 1.08% ഇടിഞ്ഞ് ബാരലിന് $111.56 നിലവാരത്തിലെത്തി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള നീക്കം പുനരാരംഭിക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും വിപണിയിലെ തുടർന്നുള്ള ചലനങ്ങളെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. ഇതേ തുടർന്ന് ആഗോള വിപണികൾ കരുത്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. നാസ്ഡാക്ക് 100 ഫ്യൂച്ചേഴ്സ് 0.83%, S&P 500 ഫ്യൂച്ചേഴ്സ് 0.87%, ഡൗ ജോൺസ് ഫ്യൂച്ചേഴ്സ് 0.93% നേട്ടം തുടക്ക വ്യാപാരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2 മണിയോടെ ഗിഫ്റ്റ് നിഫ്റ്റിയും 0.5% ഉയർച്ചയോട് കൂടിയിട്ടാണ് വ്യാപാരം നടത്തിയിരുന്നത്. അതേസമയം പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ ട്രേഡർമാർക്ക് ഏറെ നിർണായക ദിവസം തന്നെയാണ്. ഏപ്രിൽ 1 മുതൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വിഭാഗത്തിലെ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സിൽ കുത്തനെ വർധനവ് വരുത്താൻ ബജറ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫ്യൂച്ചേഴ്സ് വിൽപ്പനയുടെ നികുതി നിരക്ക് 0.02% നിന്ന് 0.05%, ഓപ്ഷൻ പ്രീമിയങ്ങളുടെ നിരക്ക് 0.1% നിന്ന് 0.15% ഉയരും. പുതിയ സാമ്പത്തിക വർഷത്തിന്റെ ആരംഭം മുതൽ നടത്തുന്ന എല്ലാ ഇടപാടുകൾക്കും ഈ മാറ്റങ്ങൾ ബാധകമായിരിക്കും. STT വർധനവ് ഫ്യൂച്ചേഴ്സ് വ്യാപാരികളുടെ ലാഭസാധ്യതയെ സാരമായി തന്നെ ബാധിക്കും. നഷ്ടമില്ലാത്ത അവസ്ഥയിൽ എത്തുന്നതിനായി ഇവർക്ക് പഴയതിനേക്കാൾ ഇരട്ടി പോയിന്റുകൾ നേരിടേണ്ടി വരും. ഉദാഹരണത്തിന് നിഫ്റ്റി ഫ്യൂച്ചേഴ്സിന്റെ ബ്രേക്ക് ഈവൻ 6 പോയിന്റിൽ നിന്ന് 13 ബാങ്ക് നിഫ്റ്റിയിൽ 10 നിന്ന് 26 സെൻസെക്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 15 നിന്ന് 37.5 പോയിന്റായും ഉയരേണ്ടി വരും. ഇത് അമിതമായി ട്രേഡ് ചെയ്യുന്നവർക്കും ചെറിയ ലാഭത്തിനായി നിക്ഷേപം നടത്തുന്നവർക്കും വലിയൊരു തിരിച്ചടിയാകും. ഈ നികുതി വർധനവ് വിപണിയിലെ മൊത്തത്തിലുള്ള ഇടപാടുകളുടെ അളവ് 20 മുതൽ 30% വരെ കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്നാണ് HDFC സെക്യൂരിറ്റീസ് വിലയിരുത്തുന്നത്. കൂടാതെ ഉയർന്ന ഫ്രീക്വൻസിയിൽ വ്യാപാരം നടത്തുന്ന വിദേശ നിക്ഷേപകരുടെ ഒഴുക്കിനെയും ഈ ചിലവ് പ്രതികൂലമായി ബാധിക്കും. അടുത്ത മാറ്റം ഓഹരികൾ തിരികെ വാങ്ങുന്നതിനുള്ള അഥവാ ഷെയർ ബൈബാക്കിന്റെ നികുതി വ്യവസ്ഥയിലാണ്. നേരത്തെ വ്യക്തികളുടെ ഇൻകം ടാക്സ് സ്ലാബ് നിരക്ക് അനുസരിച്ച് ഡീംഡ് ഡിവിഡൻഡായി കണക്കാക്കി നികുതി ചുമത്തിയിരുന്ന ബൈബാക്ക് വരുമാനം ഇനി മുതൽ ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആയിട്ടായിരിക്കും പരിഗണിക്കുക. അതേസമയം ക്യാപിറ്റൽ മാർക്കറ്റ് ഇടനിലക്കാർക്കുള്ള ക്രെഡിറ്റ് സൗകര്യങ്ങൾ സംബന്ധിച്ച് ഭേദഗതി നടപ്പിലാക്കുന്നത് റിസർവ് ബാങ്ക് 3 മാസത്തേക്ക് നീട്ടിവെച്ചതുപോലെ മ്യൂച്വൽ ഫണ്ടുകൾക്കായുള്ള പുതിയ ബോറോയിങ് ഫ്രെയിംവർക്കിന്റെ സമയപരിധി സെബി 2026 ഏപ്രിൽ 1 നിന്ന് 2026 ജൂലൈ 15 നീട്ടിയിട്ടുണ്ട്. ഇന്റേണൽ റിസ്ക് മാനേജ്മെന്റ് സംവിധാനങ്ങൾ പരിഷ്കരിക്കുന്നതിനായി അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾ ആവശ്യപ്പെട്ടതിനാലാണ് ഈ മാറ്റം. ഇത് നടപ്പാക്കുമ്പോൾ വൻതോതിലുള്ള റിഡംഷൻ സമ്മർദ്ദം നേരിടുന്നത് പോലുള്ള ഇൻട്രാഡേ ലിക്വിഡിറ്റി ആവശ്യങ്ങൾക്കായി പണം കടമെടുക്കാൻ ഫണ്ടുകളെ അനുവദിക്കും. ഇതിന് ഉറപ്പായ വരുമാനത്തിന്റെ അല്ലെങ്കിൽ റിസീവബിൾ പിന്തുണ ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ഇൻട്രാഡേ വായ്പകളുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും MAC തന്നെ വഹിക്കണം. ഇത് സ്കീമിലെ നിക്ഷേപകരിൽ നിന്ന് ഈടാക്കാൻ പാടുള്ളതല്ല. ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വരുന്ന മാറ്റങ്ങളും തീയതി മാറ്റിയ പ്രഖ്യാപനങ്ങൾ വിപണിയിൽ സ്വാധീനിക്കും. മാർച്ച് മാസത്തിൽ നിഫ്റ്റി 11%-ലധികം ഇടിഞ്ഞതായും 21,900 നിലവാരത്തിലേക്കുള്ള 200 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് വിപണി നിലനിർത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നത് നിർണായകമാണ് എന്നും റെലിഗർ ബ്രോക്കിംഗിലെ അജിത് മിശ്ര പറയുന്നുണ്ട്. ബാങ്കിംഗ്, ഫൈനാൻഷ്യൽ മേഖലകളിലെ ദുർബലതയും ഇന്ത്യ വിക്സ് 28 അടുത്തായതും വിപണിയിൽ ഇനിയും ഇടിവുണ്ടായേക്കാം എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് നൽകുന്നത്.
എങ്കിലും വിപണി തിരിച്ചു കയറിയാൽ തന്നെ 22,600, 23,000 എന്നീ പരിധിയിൽ റെസിസ്റ്റൻസ് നേരിടാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു.